അപ്പോൾ ശ്രീകുട്ടനെ വിളിച്ചിട്ട് ഓനോട് മണ്ണ് വേണമെന്ന് പറഞ്ഞപ്പോൾ ശ്രീകുട്ടൻ അന്നേരം തന്നെ പറഞ്ഞു വെച്ചുകൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് മധു എന്ന് പറയുന്നത്, ഓനെ വിളിച്ചിട്ട് മണ്ണിന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഓനെ വിളിച്ച് നോക്കുന്നേരം ഓൻ മണ്ണ് കൊണ്ടുവന്നിട്ടോ. ഓൻ ഒരു രക്ഷയില്ല, ഗംഭീര ഡ്രൈവർ തന്നെ. കെട്ടിൻ്റെ സൈഡിൽ കൂടി കെട്ട് കെട്ടാതെ നന്നായിട്ട് ഇങ്ങ് എടുത്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഓൻ്റെ ഒരു കാര്യം എന്ന് വെച്ചുകൊണ്ട് തല പുറത്തിട്ടിട്ട് പുറത്തേക്കൊരു നോക്കുന്ന സമയത്ത് തന്നെ ഊര പൊക്കുന്നതിൻ്റെ ഒരു പൊക്കലിങ്ങ് പൊക്കുകയും ചെയ്ത് അട്ടലിങ്ങ് തട്ടുകയും ചെയ്ത്. പിന്നെ ഞാൻ അന്നേരം തന്നെ ഓനോട് ചോദിച്ചു എത്ര ഉറുപ്പ്യാന്ന് വെച്ചപ്പോൾ ഓരന്നേരം പറഞ്ഞു ശ്രീകുട്ടൻ ഇങ്ങ് തരുമെന്ന്. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ എന്ന്. എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ശ്രീകുട്ടൻ്റെ ഗൂഗിൾ പേയിൽ നമ്മളിങ്ങ് അയച്ചു കൊടുക്കുമെന്ന്. അങ്ങനെ എല്ലാം കൂടി നോക്കുന്ന സമയത്ത് നമ്മളെ സത്യായിട്ടുണ്ട് വണ്ടി എടുത്ത് വണ്ടി മേലെ ഒരു നോട്ടോ. ഞാൻ വിചാരിച്ചു ടയർ രണ്ടും നോക്കാതെ വിചാരിച്ചു നോക്കുന്നേരം അതല്ല കേട്ടോ, കാല് വെക്കാനുള്ള സ്ഥലം നോക്കിയതാ. അങ്ങനെ സത്യേട്ടൻ ബൈക്ക് കൊടുത്ത് പോയി ഞാൻ എൻ്റെ അർബാനേനെ ഒന്ന് നോക്കിയപ്പോൾ തന്നെ അർബാൻ എന്നോട് പറഞ്ഞു അത്യേട്ടൻ ഇപ്പം വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ മണ്ണിടാൻ വേണ്ടി തുടങ്ങിട്ടോ. അന്നേരം തന്നെ ഉണ്ട് ആര് വരും നമ്മളെ നാരായണേട്ടൻ വന്നിട്ടിരിക്കുന്നത് സത്യനില്ലേന്ന്. ഞാൻ പറഞ്ഞു അത്യൻ ഇപ്പം അങ്ങോട്ട് പോയിക്കീന്ന്. അങ്ങനെ ഞാൻ മണ്ണും കൊണ്ട് എന്താക്കി നേരെ അവിടെ കൊണ്ടുപോയി തട്ടുമ്പോഴത്തേക്ക് തന്നെ സത്യേട്ടൻ എത്തി. എങ്ങനെ എത്തിയെന്നുണ്ടില്ലേ, നല്ല അടിപൊളി ഷൂ ഒക്കെ ഇട്ടിട്ടാണ് സത്യേട്ടൻ എത്തിയത്. സത്യേട്ടൻ എത്തിയ അവിടെ തന്നെ കുപ്പെടുത്ത് അവിടെ വെച്ച് എന്ത് നമ്മളെ കൊട്ട കൊമ്പെടുത്ത് വെച്ചിട്ട് അതിലും കിട്ടി. പിന്നെ സത്യേട്ടൻ പറഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ കുറച്ച് പാട്ട് പാട്ടെ, ഞാൻ നോക്കുന്നുണ്ട് പോസ്റ്റിന് വെള്ളം വരുന്നത്, അതൊക്കെ കണ്ട് തന്നെ സത്യേട്ടൻ്റെ പാട്ടും ഒക്കെ കേൾക്കാം. സത്യേട്ടൻ്റെ പാട്ട് ഇഷ്ടമായിരിക്കണം നിങ്ങൾ